ഹായ് ഹലോ ഗുഡ് മോർണിംഗ്. സിന്ധു മോളസിൻ്റെ ഒരു പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. എന്നാ ഉണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണോ? ഇന്നലെ നമുക്ക് വീഡിയോ ഇല്ലായിരുന്നു കേട്ടോ. വീഡിയോ ഇല്ലാത്ത തന്നെ അന്ന് കാര്യമൊന്നും എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ? കുറച്ച് പേർക്കൊക്കെ മനസ്സിലായി കാണും, കമ്മ്യൂണിറ്റി പോസ്റ്റ് കണ്ടവർക്കൊക്കെ. നമ്മുടെ കടയിലെ ചേട്ടായി നിൽക്കുന്ന കടയിലെ കണ്ണൻ്റെയും സജിയുടെയും ഒക്കെ അച്ഛൻ മരിച്ചു പോയിട്ടുണ്ടായിരുന്നു. ഞാൻ കഴിഞ്ഞ ദിവസമൊക്കെ നിങ്ങളോട് പ്രാർത്ഥിക്കണമെന്ന് പറയായിരുന്നു. ഒരു എന്താ പറയുന്നത്, ഞാനൊരു രണ്ടര ആഴ്ചയ്ക്ക് മുമ്പാണെന്ന് തോന്നുന്നു ഒന്ന് പോയി കുറച്ച് സമയം ഇരുന്ന് കണ്ടിട്ടൊക്കെ വന്നായിരുന്നു. അന്ന് ഞാൻ അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചായിരുന്നു കേട്ടോ, എൻ്റെ ദൈവം ഇങ്ങനെ ഇട്ട് കഷ്ടപ്പെടുത്തരുതേ, ദുരിതപ്പെടുത്തരുതേന്ന്. കാരണം ഒരു കിടപ്പ് രോഗി ആകുമ്പോഴേ അറിയത്തുള്ളൂ. നമുക്ക് എണീറ്റ് ഇങ്ങനെ ഇരിക്കുന്ന ഒരാളെ എണീപ്പിക്കാൻ നമുക്ക് വലിയ ബുദ്ധിമുട്ടില്ല. എന്തായാലും ബോഡി വെയിറ്റ് ഉള്ള ആളാണെങ്കിലും നമുക്ക് ഒരു വിധത്തിലൊക്കെ എങ്ങനെ എണീപ്പിക്കാം. പക്ഷെ കിടക്കുന്ന ഒരാളെ എണീപ്പിക്കണമെങ്കിൽ വലിയ ബുദ്ധിമുട്ട് തന്നെയാണ്. കാരണം അവർക്ക് അന്നേരത്തിനും ബോഡിക്ക് ഭാരം കൂടും. നമുക്ക് എടുക്കാനായിട്ട് ഒരു ബാലൻസ് കിട്ടത്തില്ല. നമ്മൾ പിള്ളേരെ എടുക്കുന്ന മാതിരിയല്ല, നമുക്ക് ഭയങ്കരമായിട്ട് രോഗികളെ എടുക്കാനായിട്ടൊക്കെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ കുറേ ദിവസമായിട്ട് ഒത്തിരി അങ്ങനെ കിടന്ന് നരകിച്ചു പോകുന്നുമില്ല. എന്നാലും ആൾ വയ്യാണ്ടായി കുറേ വർഷങ്ങളായിട്ട് വയ്യാണ്ട് അവർ ഹോസ്പിറ്റലിലും അങ്ങനെ മരുന്നും അവരുടെ എന്നാ പറയുക കെയറിങ്ങും അവർ പൈസ മുടക്കി നല്ല നല്ല ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ചെയ്തുകൊണ്ടാണ് ആൾ സത്യം പറഞ്ഞാൽ ഇപ്പോൾ ഇത്രയും നാൾ ജീവനോടെ ഇരുന്നു കേട്ടോ. അതേപോലൊക്കെ ആൾക്ക് കുറേ വർഷങ്ങളായിട്ട് വയ്യാഴികയും കാര്യങ്ങളും സർജറികളും അങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പം എന്തായാലും ഇന്നലെ രാത്രിയിൽ ഒരു 9 മണിയൊക്കെ ഉണ്ടായപ്പോഴത്തേക്കും ആളുടെ ദൈവം തന്നെ ആളെ എടുത്തുകൊണ്ട് പോയിട്ടുണ്ട്. കണ്ണം വിളിച്ച് അന്നേരം തന്നെ ചേട്ടായി ഫുഡ് കഴിച്ചിട്ട് ആ കടയിലോട്ട് പോയി കിടന്നേ ഉള്ളൂ. കടയിൽ നിന്ന് വന്നു, കുളിച്ചു. കടയിൽ നിന്ന് വന്ന് ഞാൻ ഡോറ് തുറന്നപ്പോഴേ പറഞ്ഞിട്ട് രാജേൻ്റെ അവസ്ഥ ഇച്ചിരി സീരിയസ് ആട്ടോ, എൻ്റെ ദൈവമേ വിഷമമാണ്, നിറയിക്കാതെ ഒന്ന് ഇതായാൽ മതി എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഡോറ് തുറന്നപ്പോഴേ. അപ്പോൾ ഞാൻ ചോദിച്ചു എങ്ങനെയാ ചേട്ടായി ഭയങ്കരമായിട്ട് വഷളാടി എന്ന് പറഞ്ഞു. ചിലപ്പോഴാണെങ്കിൽ ഇന്ന് തന്നെ ചിലപ്പോൾ കാണാൻ ചാൻസ് ഉണ്ട്. അതേപോണക്ക് അത്രയും ഫുഡൊന്നും കഴിക്കാതായിട്ട് 3-4 ദിവസം കണ്ടായിരുന്നു. അതിനിടയ്ക്ക് ഓക്കെ ആയിട്ട് നല്ല സെറ്റായിരുന്നു കേട്ടോ. ഒരു വലിയ കുഴപ്പമില്ലാണ്ട് തന്നെ എണീറ്റ് നടക്കുവരെ കൂടെ ചെയ്തായിരുന്നു. അതിനിടയ്ക്ക് ഞാൻ പോയി കണ്ടിട്ട് വന്നതിന് ശേഷം ഞാൻ പോയി കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി ആൾ എണീക്കത്തില്ലെന്ന്. സത്യമായിട്ട് ഞാൻ ഓർത്തു. പക്ഷേ അത് ഞാൻ പോയിട്ട് വന്നതിൻ്റെ ഒരു 4-5 ദിവസം കഴിപ്പിച്ച ചേട്ടായി പറഞ്ഞു ആപ്പിൾ ജ്യൂസും ഇതൊക്കെ കുടിച്ചു, എണീറ്റു, തന്നെ കുറച്ച് നടന്നു എന്നൊക്കെ പറഞ്ഞു റൂമിൽ കൂടെ. അപ്പം ആരോഗ്യപൂർണ്ണമായിട്ട് കിട്ടിയാൽ ആർക്കും ഒരു ബുദ്ധിമുട്ടും ഇല്ല അല്ലേ? നമ്മൾ രോഗിയായിട്ട് കിടക്കുമ്പോഴത്തേക്കേ ഭയങ്കര ആർക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാകരുത്. കാരണം എല്ലാ ആ കുഞ്ഞുങ്ങളും ആ ചേച്ചിയും അമ്മ ചേച്ചിയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവൻ കളഞ്ഞു നോക്കുന്ന വ്യക്തികളാണ്. എന്നാലും എൻ്റെ ഒരു അഭിപ്രായമാണ് ഞാൻ പറയാം കേട്ടോ. ഒരു ഇങ്ങനെ കിടക്കാനൊന്നും ഇട പറ്റാതെ. അപ്പം നല്ല മരണം തന്നെ കിട്ടിയിട്ടുണ്ട് ആൾക്ക്. ഹനുമാന് നിത്യശാന്തി കിട്ടാൻ വേണ്ടി നിങ്ങളെല്ലാം പ്രാർത്ഥിക്കുക. ചേട്ടായി അങ്ങോട്ട് ഫുഡ് കഴിച്ചിട്ട് പോയി കിടന്നപ്പോഴാണ് കണ്ണം വിളിക്കുന്ന മാമ ഇവിടെ വരെ ഒന്ന് വരുമോ എന്ന് ചോദിച്ചത്. പിന്നെ അന്നേരം ചേട്ടായി സ്കൂട്ടി എടുത്ത് ശ്രീകുട്ടൻ മാല ഇട്ടേക്കുക കടയിൽ നിൽക്കുന്ന മോന്. അവന് മരിച്ച വീട്ടിലോട്ട് കയറാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ ശ്രീകുട്ടനും വിളിച്ചു പറഞ്ഞാൽ മാമ ഞാൻ വരാമെന്ന് പറഞ്ഞു. എന്നിട്ട് അവൻ വീട്ടിൽ മോളിൽ റോഡിൽ നിന്നേ ഉള്ളൂ. പിന്നെ ചേട്ടായി അവനും കൂടെ പോയി. പിന്നെ കടയിലെ പിള്ളേരെല്ലാവരും അയൽവക്കക്കാരും എല്ലാം ചെന്ന് ചേട്ടായി രാവിലെ 6:30-ക്കാണ് വന്നത് കേട്ടോ. അവിടുന്ന് വന്നേ ഇല്ല ചേട്ടായി. ഞാൻ വിളിച്ച് പോയി ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ ഞാൻ വിളിച്ചപ്പോൾ പറഞ്ഞു ആൾ പോയടി, ചൂട് മാറിയിട്ടില്ല, ആൾ പോയടി എന്ന് പറഞ്ഞു. അപ്പം നീ ഉറങ്ങിക്കോ കേട്ടോ എന്ന് പറഞ്ഞു. പക്ഷേ എനിക്കുണ്ടല്ലോ ചേട്ടായി ഇല്ലെങ്കിൽ ഉറക്കം വരത്തേയില്ല, കണ്ണടയ്ക്കത്തില്ല. അത് എന്നാ ഒരു സ്വഭാവം തരത്തില്ല. പണ്ടും അതെ, ചേട്ടായി ഇങ്ങനെ കോഴിവണ്ടിക്ക് പോകുമായിരുന്നു. പകൽ പച്ചക്കറിക്കട നിന്നിട്ട് രാത്രി കോഴി പിടിച്ചുകൊണ്ട് വരാൻ വേണ്ടി പോകും തമിഴ്നാടിന്. അപ്പം മൊത്തം ഞാൻ ഉറങ്ങിയല്ലോ, എനിക്ക് പേടിയാണ്. അറിയാവുന്ന പ്രാർത്ഥനകൾ മൊത്തം ചൊല്ലും. എന്നിട്ട് അല്ലെ ഫോണ് അത് കഴിഞ്ഞാൽ ഞാൻ മനസ്സിലോർത്തി ഈ 1 മണിക്കും 2 മണിക്കും ഒക്കെ ഓൺലൈനിൽ കയറുമ്പം അതിനി എന്നതായിരിക്കും പറയുന്നത്. നമ്മൾ മനുഷ്യരല്ലേ, പറയാൻ പറ്റത്തില്ല. അങ്ങനെയൊക്കെ ഞാൻ പേടിച്ചിട്ടുണ്ട് സത്യം പറഞ്ഞാൽ. അത് കഴിഞ്ഞ് പിന്നെ ആയപ്പം ഫോൺ ഉപയോഗിക്കുകയില്ല, ഉറങ്ങിയില്ല. പ്രാർത്ഥനകൾ ചൊല്ലിയിരിക്കും. കണ്ണെനിക്ക് അടയ്ക്കാൻ പറ്റത്തില്ല ചേട്ടായിലിങ്ങനെ. അത് അന്നേരം ഇവിടെ മക്കളുണ്ടെന്ന് പറഞ്ഞാലും ചേട്ടായി ഒന്ന് വന്നു കഴിഞ്ഞാൽ എനിക്കൊരു സമാധാനം. ചേട്ടായുടെ വിചാരം നമ്മൾ ഉറങ്ങുന്നുണ്ടെന്നാണ്. ചേട്ടായി വന്ന് പുറത്ത് നിന്ന് അപ്പി തീട്ടമൊക്കെ ആകും ദേഹത്തൊക്കെ പെട്ടിയൊക്കെ എടുത്ത് നമുക്ക് വിളിക്കാം. എന്നിട്ട് ചേട്ടായി അവിടെ അലക്കലിൻ്റെ അവിടെ നിന്ന് പിന്നെ ഷർട്ടും ഡ്രസ്സും എല്ലാം മാറി അവിടെ ഇട്ട് ചിലപ്പോഴാണെങ്കിൽ അത് കഴുകിയിടും, ഇല്ലെങ്കിൽ വെള്ളത്തിൽ മുക്കിയിട്ടിട്ട് കുളിച്ചിട്ട് വന്ന് ബെല്ലടിക്കത്തുള്ളൂ. കുളിച്ച് മലപ്പുറത്ത് ഞാൻ മുണ്ടിട്ടേക്കും. അത് ഇട്ടുകൊണ്ട് വന്ന് ഇവിടെ വന്ന് വിളിക്കത്തുള്ളൂ. അപ്പം ഞാൻ എണീറ്റ് ചെല്ലുമ്പോൾ ചേട്ടായിയുടെ വിചാരം ഞാൻ അറിയുന്നില്ലല്ലോ, ഓട്ടം വന്നു. അപ്പോൾ ചേട്ടായി മുറ്റത്ത് വരുന്ന കഴിയുമ്പോഴാണ് പുറകെ വെള്ളം കേൾക്കുമ്പോഴാണ് സത്യം പറഞ്ഞാൽ ഞാൻ ഒന്ന് വെള്ളത്തിൻ്റെ ശബ്ദം കേൾക്കുമ്പോഴാണ് ഉറങ്ങാമെന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര അസ്വസ്ഥത. ചേട്ടായി ഇല്ലെങ്കിൽ ഒരു പരിധി വരെ
ദൈവം കൊണ്ട് തന്ന ഒരു നിധി തന്നെ എനിക്ക് ചേട്ടായി. കാരണം അല്ലെങ്കിൽ എൻ്റെ ജീവിതം എന്നാ ഓട്ടോയെ കൊണ്ട് ഓടിച്ചപ്പോൾ ഞാൻ ഓർത്തേ വേറെ ആരെങ്കിലും എന്തെങ്കിലും എടുക്കാനെങ്ങാനും വന്നതാണോന്നേ. അപ്പം അല്ല, സൂസമ്മ ചേച്ചി പറഞ്ഞങ്ങാണ്ട് കൂട്ട് വന്നത് കണ്ടോ. ഞാൻ ഇന്നലെ കണ്ണടച്ചിട്ടില്ല, ഉറങ്ങിയിട്ടില്ല. ഭയങ്കരമായിട്ട് ഇങ്ങനെ കണ്ണ് കിറുങ്ങി തൂങ്ങിപ്പോകുന്നൊരവസ്ഥ, ഭയങ്കര ക്ഷീണം. കുറേ നല്ല ഡ്രസ്സും കാര്യങ്ങളൊക്കെ കഴുകാനുണ്ട്. കഴുകി കുളിച്ചിട്ട് വെള്ളം അടുപ്പേ വെച്ചേക്കുക. അപ്പം ഞാൻ ഓർത്തുന്ന വെള്ളം ചൂടാകുന്നിടം വരെ ഏതായാലും ഇതില്ലല്ലോ, എന്നാൽ അത് കഴിഞ്ഞ് കുളിച്ചിട്ട് പിന്നെ ഡ്രസ്സും കഴുകി കുളിച്ചിങ്ങ് കയറാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഓർത്തുകൊണ്ടിരിക്കുക. അന്നേരം ഞാൻ ഓർത്തുന്ന വീഡിയോയും കൂടി എടുത്തിട്ടാട്ടേന്ന് കേട്ടോ. അപ്പോൾ എന്താ പറഞ്ഞേ, ഞാൻ എന്താ പറയുക, കഴിഞ്ഞ 1-2 ദിവസമായിട്ട് ഞാൻ ഒരു കുട്ടി യാത്രയിലാണ് കേട്ടോ. യാത്ര പോകുന്നുണ്ട്. അതിൻ്റെ വിശേഷങ്ങളൊക്കെ ഞാൻ പറയാം നിങ്ങളോട്. അപ്പോൾ അവിടെ നല്ല നല്ല ക്ലാസ്സുകളും കാര്യങ്ങളും ഒക്കെ നമുക്ക് കേൾക്കാനായിട്ട് പറ്റും. അയ്യോ നല്ല, അത് എന്താണ് സ്ഥലം എന്താണെന്നൊക്കെ ഞാൻ ഉറപ്പായിട്ടും പറയുന്നതായിരിക്കും. അവർക്ക് ഈ പറഞ്ഞ കണക്ക് എന്താ പറയുന്നത്, പരസ്യമൊന്നും അങ്ങനെ പബ്ലിക് അങ്ങനെയൊന്നും താല്പര്യമുള്ളൊരു സംഭവം അല്ലത്. അപ്പം അങ്ങനെ എനിക്ക് ചെയ്യാമോ എന്ന് ഞാൻ ചോദിച്ചിട്ടൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ച. പിന്നെ നമ്മൾ പോകുന്ന കാര്യങ്ങൾ നമ്മൾ പറയുന്നതിന് അത് പ്രശ്നമില്ല, അവിടെ കാണിക്കാതിരുന്നാൽ മതിയല്ലോ. അങ്ങനെ കാണിക്കാൻ പറ്റുമെന്നൊക്കെ ഞാൻ ഒരു 3-4 ദിവസം പോയി കഴിയുമ്പോൾ നമ്മൾ അവിടുത്തെ ആ ഒരു രീതി പഠിച്ചെടുക്കുമല്ലോ. അത് കഴിഞ്ഞിട്ടാട്ടെ എന്ന് വിചാരിച്ചുകൊണ്ടാണ് കേട്ടോ. അപ്പം അവിടെ ചെന്നപ്പോൾ ഈ 3-4 ദിവസമായിട്ട് നല്ല നല്ല കാര്യങ്ങളാണ് കേൾക്കുന്നത്. നമ്മളുണ്ടല്ലോ, നല്ലതിനെയാണെങ്കിലും നമ്മൾ ഹൃദയത്തിൽ അത് സ്വരുക്കൂട്ടി വെക്കണം. നമുക്ക് മറ്റൊരാളിലോട്ടുകൂടെ പകർന്നു കൊടുക്കാൻ പറ്റും. ചീത്ത കാര്യങ്ങളാണ് കാണുന്നത് കേൾക്കുന്നതെങ്കിൽ നമ്മളത് അപ്പം തന്നെ അത് കളഞ്ഞു വെക്കണം. നമ്മളത് മനസ്സിൽ പോലും വെക്കാൻ പാടില്ല. മനസ്സിലത് വെച്ച് നീറി അല്ല നമുക്ക് അസുഖങ്ങളും കാര്യങ്ങളും അല്ല നമ്മളത് വേറൊരാൾക്ക് ഷെയർ ചെയ്ത് കൊടുത്താലും അല്ല അവരോട് നമ്മൾ പറഞ്ഞാലും അത് എന്നാ പറയുന്നത്, വൈറസ് മാതിരി കൊറോണ വൈറസൊക്കെ മാതിരി സ്പ്രെഡ് ചെയ്യുക ചെയ്യുന്നത്. ആ സമയത്ത് നമ്മൾ നല്ലതിനെയാണെങ്കിൽ ഉൾക്കൊണ്ടിട്ട് അത് ഒരാളിലോട്ട് നമ്മൾ പറയുകയും പബ്ലിക്കാക്കുകയും ഒക്കെ ചെയ്യുമ്പോഴുണ്ടല്ലോ ഒത്തിരിയും നല്ല കാര്യങ്ങൾ അറിയുന്നത്. അപ്പോൾ ഇന്നലെ ഞാൻ അവിടെ ചെന്നിരുന്നപ്പോഴത്തേക്കും കേട്ട 1-2 കാര്യങ്ങൾ ഞാൻ പറയാവേ. ഒരു ഡോക്ടറുണ്ട് ക്ലാസ് എടുക്കുന്നത്, പിന്നെ ഒരു സാറുണ്ട് ക്ലാസ് എടുക്കുന്നത്, പിന്നെ കുറേ പിള്ളേരുകളുണ്ട്, നല്ല അറിവുള്ള വിദ്യാഭ്യാസമുള്ള എഡ്യൂക്കേഷനുള്ള പിള്ളേർ നമുക്ക് ക്ലാസ് എടുത്ത് തരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നലെ ഒരു മുസ്ലിം കുട്ടിയായിരുന്നു, നല്ല സുന്ദരി കുട്ടിയാണ്, നല്ല മൊജ്ജത്തി. അപ്പോൾ ഫാത്തിമ എന്നാണ് പേര്, ഫാത്തിമ കുട്ടി. അപ്പം ഫാത്തിമ കുട്ടി ക്ലാസ് എടുത്തപ്പോഴത്തേക്കും പറഞ്ഞ 1-2 കാര്യം എനിക്ക് ഭയങ്കരമായിട്ട് മനസ്സിൽ ഭയങ്കരമായിട്ടും ഉണ്ട്. എന്താണെന്നറിയോ, അക്ബർ ചക്രവർത്തി ലോകമെമ്പാടും മുടിപ്പിച്ച് ഭയങ്കര കോടികളുണ്ടാക്കി, ഭയങ്കരമായിട്ട് ഒത്തിരി സ്വത്തും സമ്പത്തും എല്ലാം ഉണ്ടാക്കി. ചെറുപ്രായത്തിൽ തന്നെ 30-35 വയസ്സായപ്പോഴത്തേനും ലോകം കീഴടക്കി അത്രയും ഇതിൽ സമ്പാദിച്ചു കൂട്ടി. പക്ഷേ ആളെന്നെ ചെയ്തു, 35-36 എന്തോ ഏജ് ആയപ്പോഴത്തേക്കും ആൾ മരിച്ചുപോയി. അപ്പോൾ രോഗം വന്ന് കുറേ നിറയിച്ച് ദുരിതപ്പെട്ടാണ് ആൾ മരിച്ചത്. അപ്പോൾ ഈ ഡോക്ടേഴ്സിനോട് മരിക്കുന്നതിന് കുറച്ച് ദിവസം മുമ്പ് ഈ ഡോക്ടർമാരോട് മരിക്കുമെന്ന് പുള്ളിക്ക് മനസ്സിലായി, എനിക്കിനി ഒരു തിരിച്ചു വരവില്ല, ജീവിതമില്ല, ഞാൻ ഇത് വെട്ടിപ്പിടിച്ചതൊക്കെ ഒന്നും ഇത് വലിയ കാര്യമില്ല, ആരോഗ്യം ഉണ്ടെങ്കിലേ നമുക്ക് എല്ലാം ആവത്തുള്ളൂ. അല്ലാണ്ട് നമ്മുടെ മനസ്സ് പിന്നെ എന്താ പറയുന്നത് നല്ല ഇതുള്ളതായിരിക്കണം, മനസ്സിൽ നന്മ വേണം. അതുകൊണ്ട് തന്നെ മനസ്സിന് ആരോഗ്യമുള്ള മനസ്സായിരിക്കണം. ആരോഗ്യമുള്ള മനസ്സാണെങ്കിൽ തന്നെ നമുക്ക് ശരീരത്തിനും നല്ല ആരോഗ്യമാകും അല്ലേ. അപ്പം അതൊന്നും ഇനി എനിക്കില്ല, ഇനി ഞാൻ എണീറ്റ് വരത്തില്ല. അപ്പം അങ്ങനെ ഈ രോഗക്കിടക്കെ ചിന്തിക്കുമ്പോഴാണ് നമ്മൾ മറ്റുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ ചിന്തിക്കുന്നത്. ശരിക്കും ഒരു മനുഷ്യൻ ദുരിതം അനുഭവിക്കണമെങ്കിൽ, കഷ്ടപ്പാടും വിഷമം അറിയണമെങ്കിൽ രോഗക്കിടക്കയിൽ ഒരു 6 മാസം കിടക്കണമെന്ന് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. കാരണം അന്നേരം നമ്മൾ ചെയ്ത തെറ്റുകളും നല്ല കാര്യങ്ങളും സങ്കടങ്ങളും പിന്നെ നമ്മുടെ എന്താ പറയുക, നമുക്ക് എത്ര പേര് വേണ്ടപ്പെട്ടവരുണ്ടെന്നും നമ്മളെ ആരാണ് ഒരു നിമിഷ നേരമെങ്കിലും പരിപാലിക്കാനുള്ളതെന്നും നന്മകൾ പറയുന്നതെന്നും ഒക്കെ എല്ലാം മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു സമയമാണ് ഈ രോഗക്കട്ടിലെ കിടപ്പ്. രോഗമായിട്ട് വയ്യാണ്ട് നമ്മൾ രോഗിയായിട്ട് കിടക്കുന്ന ടൈം നമുക്ക് എല്ലാവരെയും മനസ്സിലാക്കാൻ പറ്റും. ഈവൻ എന്താ പറയുക, നമ്മുടെ ഭാര്യ ഭർത്താക്കന്മാരെ വരെ ഇപ്പം ഞാൻ കിടന്നിട്ടുണ്ട്, ചേട്ടായുടെ സ്വഭാവം ശരിക്കുള്ള സ്വഭാവം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ ചേട്ടായി രോഗമായിട്ട് കിടക്കുമ്പോഴായിരിക്കും എൻ്റെ സ്വഭാവം ചേട്ടായിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. കാരണം ഒരു 10 ദിവസം കിടക്കുമ്പോഴത്തേനും നമ്മുടെ മുഖം മാറാൻ തുടങ്ങും. അങ്ങനെ ഓരോരോ നമ്മുടെ മനസ്സിലുള്ള കാര്യങ്ങളൊക്കെ എല്ലാ വീടുകളിലും അങ്ങനെ തന്നെയാണല്ലേ. അപ്പോൾ ഇന്നലെ ആ മോള് പറഞ്ഞപ്പോൾ ഞാൻ മനസ്സിൽ ഓർക്കുമായിരുന്നേ, ഒരു പരിധി വരെ എത്ര കണ്ട് സത്യമായ കാര്യങ്ങളാണെന്ന്. ഒരു മനുഷ്യൻ കുറേ പാഠങ്ങൾ, ജീവിതം എന്താണെന്ന് ശരിക്കുള്ളത് മനസ്സിലാക്കണമെങ്കിൽ, പഠിക്കണമെങ്കിൽ, ദുരിതം എന്താണ്, കഷ്ടപ്പാട് എന്താണ് എന്നൊക്കെ പഠിക്കണമെങ്കിൽ
ഒരു 6 മാസമെങ്കിലും കട്ടിലെ രോഗിയായിട്ട് കിടക്കണമെന്ന്. അപ്പോഴാണ് നമ്മുടെ ഒരു ഇത് മനസ്സിലാക്കുന്നത്. അത് സത്യമാണ്. ഞാൻ കിടന്നിട്ടുണ്ട്, എനിക്ക് നട്ടലിന് പ്രശ്നമായിട്ട് ഞാൻ കിടന്നിട്ടുണ്ട് കേട്ടോ 3 മാസമൊക്കെ. അങ്ങനെ തന്നെ പറഞ്ഞ ടോയ്ലറ്റിൽ പോകാനും കുളിക്കാനും മാത്രമായിട്ട് എണീറ്റ് ഞാൻ ഒരേ കിടപ്പ് കിടന്നിട്ടുണ്ട്. അപ്പോഴൊക്കെ എൻ്റെ ചേട്ടായിയാണ് എന്നെ സംരക്ഷിച്ചത്, സത്യം. പക്ഷേ എൻ്റെ ചേട്ടായുടെ മുഖമൊന്നും മുഷിഞ്ഞ് ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. എൻ്റെ ദൈവമേ, അതാ ഞാൻ പറഞ്ഞ തമ്പുരാനായിട്ട് എനിക്ക് കൊണ്ടു തന്നൊരു നിധി തന്നെയാണ് ചേട്ടായി. പിന്നെ അക്ബർ ചക്രവർത്തി പുള്ളിക്കാരൻ എന്നായിരുന്നറിയോ, പുള്ളി തിരിച്ചു വരികയല്ല, ജീവിതത്തിലോട്ട് തിരിച്ചു വരികയല്ലെന്ന് മനസ്സിലായപ്പോഴത്തേനും പുള്ളിയെ ചികിത്സിച്ച് എല്ലാ ഡോക്ടേഴ്സിനെയും വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങളിൽ ആകുന്നവർ പറ്റുന്നവർ വേണം ഞാൻ മരിച്ചു കഴിയുമ്പോൾ എൻ്റെ ശവമഞ്ചൽ ചുമന്നുകൊണ്ട് പോകാനായിട്ട്. അത് സിറ്റി കൂടെ ചുമന്നുകൊണ്ട് എടുത്തുകൊണ്ട് ഇങ്ങനെ ടൗണിൽ കൂടെ പോകുമല്ലോ. അപ്പം നിങ്ങൾ വേണം അത് വഹിക്കാനായിട്ട്, വേറെ ആരെക്കൊണ്ടും എൻ്റെ ശവമഞ്ചൽ എടുപ്പിക്കരുതെന്ന് പറഞ്ഞു. അപ്പം ഡോക്ടർമാരടുത്ത് എന്നാ കാര്യം നടത്തില്ലല്ലോ എന്ന്. അതങ്ങനെ തന്നെ ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ കാര്യം എന്നാണെന്നറിയോ? നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമോ? കുറച്ച് പേർക്കൊക്കെ അറിയാമായിരിക്കും അല്ലേ. അതിൻ്റെ കാര്യം എന്നാന്ന് ചോദിച്ചാൽ, ഈ ഡോക്ടർമാർ വിചാരിച്ചിട്ട് പോലും എന്നെ രക്ഷിക്കാനായില്ല. കാരണം രോഗത്തിന് നമുക്ക് എന്തെങ്കിലും ക്യാഷ് ഉണ്ടെങ്കിലും എന്തുണ്ടെങ്കിലും നമ്മളെ രക്ഷിക്കണമെങ്കിൽ നമ്മുടെ ദൈവം തമ്പുരാൻ വിചാരിക്കണം കേട്ടോ. ഉഷേച്ചി എന്നാന്നറിയാം വിളിച്ച കാര്യം, പിന്നെ ചേട്ടൻ മരിച്ചത് അറിഞ്ഞില്ല. സഞ്ചേട്ടനും രാജേട്ടനും ഒറ്റക്കെട്ട് ഭയങ്കര കൂട്ടായിരുന്നു കേട്ടോ. ഭയങ്കര കൂട്ടെന്ന് വെച്ചാൽ കൂടപ്പുറപ്പ് കണക്കായിരുന്നു. നീ എന്നെ രാവിലെ വിളിച്ച് പറയാഞ്ഞേന്ന്, അടക്കിൻ്റെ സമയത്തേക്ക് എനിക്കൊന്ന് വരാമായിരുന്നല്ലോ എന്ന്. ഞാനേ കുഞ്ഞുങ്ങളെ ഇട്ടിട്ട് ചേച്ചിക്ക് വരാൻ പറ്റത്തില്ല. അത് തന്നെയല്ലേ ഞാൻ സത്യത്തിൽ മറന്നുപോയി, ദൈവത്താണേ മറന്നുപോയി, അതാ പറ്റിയത്. ഞാൻ പിന്നെ ഈ കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടല്ലോ, അതുകൊണ്ട് കണ്ടു കാണുമോ. പക്ഷേ ഞാൻ ഉഷേച്ചിയുടെ കാര്യമേ മറന്നുപോയി കേട്ടോ. അയ്യോ മതി, ഇപ്പം എന്നെ വിളിച്ച് വഴക്ക് പറയാം എന്ന് ഞാൻ ഒന്ന് വിളിച്ച് പറയണ്ടായിരുന്നു, ഞാൻ വരത്തില്ലായിരുന്നു എന്ന് ചോദിച്ചോണ്ട്. സഞ്ചേട്ടൻ്റെ ഉഷേച്ചിയുടെ അവിടെ പോയി കിടക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. രാജേട്ടൻ എപ്പോഴും ഇങ്ങോട്ടേക്ക് സഞ്ചേട്ടനും എപ്പോഴും വന്ന് കിടക്കുകയും പിറക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. വീട്ടിൽ വന്ന് കിടക്കുന്നതിൽ കൂടുതൽ സഞ്ചേട്ടൻ ശ്യാമള ചേച്ചിയുടെയും രാജേട്ടൻ്റെ കണ്ണൻ്റെ വീട്ടിൽ പോയി കിടക്കുമായിരുന്നു എപ്പോഴും. എന്നാൽ രണ്ടുപേരും അവർ ബ്രോക്കർമാരായിരുന്നു, സഞ്ചേട്ടനും രാജേട്ടനും. ഭയങ്കര കൂട്ടായിരുന്നു. കണ്ടാൽ രണ്ടിനും ചേട്ടനിയന്മാരെ പോലെ തന്നെയായിരുന്നു. രണ്ടും കൂടെ നടക്കുന്നതൊക്കെ കാണുമ്പോൾ അതേപോലൊക്കെ കൂട്ടുമായിരുന്നു കേട്ടോ. എന്നാലും ഇപ്പം ഞാൻ സത്യം പറഞ്ഞാൽ ഇന്നലെ വൈകിട്ട് ഓർത്തതാണ്, ഇങ്ങനെ മരിച്ചു കഴിഞ്ഞപ്പോഴല്ല, വയ്യാഴിക കൂടുതലാന്ന് അയ്യോ ഉഷേച്ചിയോടൊന്ന് പറയണം എൻ്റെ ദൈവമേന്ന്. പക്ഷേ എന്നാ പറയണം, ഇനി വേറെ നടക്കില്ല, പറ്റിപ്പോയില്ലേ. എന്നാലും ചേട്ടായി ഓളായിട്ട് ഫുള്ളായിട്ട് സഞ്ചേട്ടൻ്റെ ആ ഒരു സ്നേഹവും കൂടെ നിലനിർത്താൻ വേണ്ടി ചേട്ടായി അവിടെ ഉണ്ട് ഇന്നലെ മുതൽ. ഇനി ഇതൊക്കെ കഴിഞ്ഞേ വരത്തുള്ളൂ. ഇപ്പം ഞാനിങ്ങോട്ട് പോരാൻ സമയത്തുണ്ടല്ലോ എന്നോട് പറഞ്ഞു, നീ എന്നാന്നോ എനിക്ക് ഈ 2 ദിവസമായിട്ട് ഞാൻ പറഞ്ഞില്ലേ കുറച്ച് യാത്ര, ഒരു 3 മണിക്കൂർ അങ്ങോട്ടും ഒരു 3 മണിക്കൂർ ഇങ്ങോട്ടും 6 മണിക്കൂർ യാത്രയുണ്ട്. പിന്നെ നമ്മൾ ടൈല് ഇട്ട ഒരു സ്ഥലത്താണ്, അവിടെ ചെരുപ്പിട്ടകത്ത് കയറ്റാൻ സമ്മതിക്കില്ല. അപ്പോൾ ഈ ടൈലിൻ്റെ പുറത്ത് നിൽക്കുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് കാലിന് വേദനയും പ്രശ്നവും. ഇപ്പോൾ ഇവിടെ പോയി മരിച്ച വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ഒരു മണിക്കൂർ അടുത്ത് ഞാൻ ടൈലെ ചോട്ടി ഇങ്ങനെ പറിക്കാത്തിട്ട് കുറച്ച് നേരം നിന്നു. അത് കഴിഞ്ഞപ്പോൾ ശ്യാമള ചേച്ചി പറഞ്ഞു, സിന്ധു അവിടെ ഇരിക്കും, നീ ഇന്നലെ പോയിട്ട് വന്നതല്ലേ നിൻ്റെ എന്ന് പറഞ്ഞു. അന്നേരം ഞാൻ അവിടെ ഇരുന്ന് കഴിഞ്ഞിട്ടാണെങ്കിലും എൻ്റെ കാലിൽ കൂടി ഭയങ്കരമായിട്ട് തണുപ്പ് കയറി വേദന എടുക്കുക. അപ്പോഴത്തേനും ചേച്ചിമാരും എൻ്റെ ദൈവം നമ്മുടെ ഉപ്പറയുള്ള പാസ്റ്റാൻ്റെ മണിച്ചേച്ചിയൊക്കെ, അപ്പൂൻ്റെ അമ്മയൊക്കെ, അപ്പൂൻ്റെ മോളും ഭാര്യയും കുഞ്ഞും ഉണ്ടായിരുന്നു കേട്ടോ. നല്ലൊരു കുഞ്ഞു ചക്കര കൊടുക്കേ, നമ്മുടെ സുമംഗല ചേച്ചിയുടെ തന്നെ മോളാണ്. നിങ്ങൾക്ക് ഇങ്ങനെയൊന്നും പറഞ്ഞാൽ മനസ്സിലാകത്തില്ല, എന്നാലും ഞാനൊക്കെ പറയാം കേട്ടോ. ഇങ്ങനെ മരിച്ച വീടുകളിൽ ചെല്ലുമ്പോഴും അല്ലെ കല്യാണ വീടുകളിൽ ചെല്ലുമ്പോഴും അല്ലെ എന്തെങ്കിലും കമ്മിറ്റികൾ കൂടുമ്പോഴൊക്കെ നമ്മൾ ഒത്തിരി പേരെ കാണുന്നേ. മൺചേച്ചിയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ഇത്ര ഉള്ളപ്പം മുതൽ പെറ്റിക്കോട്ട് എടുത്ത സമയത്ത് ഞങ്ങളെ പ്രാർത്ഥനയ്ക്ക് ഞങ്ങൾ ചെല്ലുമ്പോൾ ഭയങ്കര ഇഷ്ടമായിരുന്നു ഞങ്ങളെ. ആ സ്നേഹം ഇന്നും ഉണ്ട് കേട്ടോ മൺചേച്ചിക്ക്. അവരൊക്കെ നല്ല അത്യാവശ്യം സാമ്പത്തികമുണ്ട്, നല്ല ഉപ്പുകറയിലെ ഏറ്റവും പേരുകേട്ട ആൾക്കാരാണ്. ബാസ്കൂട്ടൻ ചേട്ടൻ എന്നൊക്കെ പറഞ്ഞാൽ ബാസ് ചേട്ടനും ശശി ചേട്ടനും ഒക്കെ അവരെല്ലാവരും നല്ല മനുഷ്യരാണ് കേട്ടോ. അപ്പുവാണേലും അതെ, ഈയിടെ ഞാൻ കഴിഞ്ഞ ഇടയ്ക്ക് ഇവിടെ പോയി മീൻ മേടിക്കുക, അന്നേരം പറഞ്ഞു ചേച്ചി ആ മീൻ മേടിക്കണ്ട കേട്ടോ, ഈ മീൻ മേടിച്ചാൽ മതിയത്. അപ്പം നല്ല മിടുക്കര് പിള്ളേരൊക്കെയാണ്. അപ്പം ആ മോൻ്റെ കുഞ്ഞും ഭാര്യയും മണിച്ചേച്ചിയും കൂടെ വന്നിട്ടുണ്ടായിരുന്നു, അവൻ്റെ അമ്മയും കൂടെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്നാ ഉണ്ട് മോനെ, എത്ര നാളായി കണ്ടിട്ട്, നിനക്ക് എന്നാ ഉണ്ട് വിശേഷം, ചാനലൊക്കെ ഉണ്ടല്ലേ, നീ ഒന്നും ഇതോർത്ത് സങ്കടപ്പെടാനൊന്നും നിൽക്കരുത്, നീ സന്തോഷമായിട്ടിരിക്കണം, നീ എന്താണെന്നുള്ളത് ഉപ്പേറക്കാർക്ക് അറിയാമല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് അത്രയും ജനത്തിന് മുമ്പിൽ വെച്ച് മണിച്ചേച്ചി പറയാം. അപ്പോൾ മോള് ചോദിക്കുന്നു എന്നാ അമ്മയെന്നൊക്കെ. അപ്പോൾ അന്ന് മോനെ ഇങ്ങനെയാണ് ഇവളുടെ ജീവിതം, ഇങ്ങനെയാണ്, ഇവൾ ഒത്തിരി ദുരിതവും സങ്കടവും ഒക്കെ അനുഭവിച്ച കുഞ്ഞാണ്. നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്ത് ചെമ്പനാനിയിലെ കുഞ്ഞുങ്ങളെ നോക്കാനായിട്ട് ഇവൾ കുഞ്ഞിനെ വരുമായിരുന്നു, അവിടെ മക്കളെ വളർത്താൻ വേണ്ടിയിട്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മനുഷ്യജി പറഞ്ഞു കൊടുക്കുക. ഞങ്ങൾ പുറത്തിറങ്ങി കുറച്ച് നേരം ഇരുന്നേ അന്നേരത്തിന് പറഞ്ഞു കൊടുക്കുക കേട്ടോ. അപ്പം പക്ഷേ ഞാൻ അതൊന്നും അല്ലേ, ഇങ്ങനെ നമ്മളെ ഓരോ മനുഷ്യരും ചേർത്ത് പിടിക്കുകയും നമ്മളെ മനസ്സിലാക്കുകയും കാണുമ്പോൾ തന്നെ ഒത്തിരി നമുക്ക് മനസ്സിന് സന്തോഷമാണ്. അത് പണ്ടത്തെ മനുഷ്യരാണ് അവരൊക്കെ, നേരത്തെ എൻ്റെയൊക്കെ കുഞ്ഞിനെ പോലുള്ള മനുഷ്യരാണ്. അപ്പോൾ അങ്ങനെ എല്ലാവരും തന്നെ അതുകൊണ്ട് തന്നെ നമ്മുടെ
എന്നാ പറഞ്ഞേ, ഇപ്പം നമ്മുടെ റേഷൻ കടയിലെ നമ്മുടെ കരോട്ട് വീടിൻ്റെ നമ്മുടെ എന്തായാലും വന്ന് സന്തോഷിൻ്റെ വീടിൻ്റെ ഇപ്പുറത്തൊരു കൊല്ലന്മാരുണ്ടായിരുന്നു അവിടുത്തെ ചേച്ചി. ഒത്തിരി കാലം കൂടി ചേച്ചിയുണ്ട്. ഇത് സിന്ധു എത്ര നാളായി പോലെ കണ്ടിട്ട് എത്ര നാളായി കണ്ടിട്ടെന്ന് പറഞ്ഞുകൊണ്ട് ചേച്ചി കേട്ടോ, രമണി ചേച്ചി അതുകൊണ്ട് തന്നെ ലീല ചേച്ചി ഇന്ന് ഒത്തിരി പേരെ കണ്ട് കേട്ടോ. എല്ലാവരും എന്നെ കൊണ്ടുപോകാനെ നിനക്ക് ഇപ്പം നല്ല കാലമല്ലേ, നീ രക്ഷപ്പെട്ടല്ലേ, സുനിലിലൂടെ പോയ പിന്നെ നിനക്ക് നല്ല ജീവിതം അല്ലേന്നൊക്കെ. പക്ഷെ നമ്മുടെ ഉള്ളിൽ നമുക്കല്ലേ അറിയത്തുള്ളൂ എല്ലാവരുമായിട്ട് ഹാപ്പി ആയിട്ട് ജീവിക്കുന്നു, സന്തോഷത്തോടെ ഇരിക്കുന്നത്. അപ്പം നമ്മൾ തന്നെയാണ് കേട്ടോ. നിനക്ക് എത്ര പിള്ളേരുണ്ട്, മക്കളെന്നെ എടുക്കാന്നൊക്കെ ചോദിച്ചപ്പോൾ ഞാൻ അവരവരുടെ കാര്യങ്ങൾ നല്ല ഹാപ്പി ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ ഷെയർ ചെയ്യത്തുള്ളൂ. അപ്പോൾ ഓരോരുത്തരുടെ എന്നോടുള്ള സ്നേഹവും ഇതൊക്കെ കണ്ടപ്പോൾ എൻ്റെ പഴയ കുറേ ഓർമ്മകളൊക്കെ ഓർമ്മ വന്നു കേട്ടോ. അപ്പോൾ അറിയേണ്ട കണ്ണൊക്കെ തന്നെ പോയി, സോറി. പക്ഷെ ഞാൻ അവിടെ നിന്നപ്പോൾ ഒരു കാര്യം ശ്രദ്ധിച്ച് എന്നാന്നറിയാം, ഞാൻ പറഞ്ഞില്ലേ ഇപ്പോൾ മണിച്ചേച്ചി അപ്പൂൻ്റെ കുഞ്ഞ്, അവൾക്ക് 2 വയസ്സാകുന്നതേ ഉള്ളൂ, കുഞ്ഞു മോളാണ് കേട്ടോ. സുഭകൽ ചേച്ചിയുടെ അത് ഞാൻ പോസ്റ്റ് ഓഫീസിൽ ചിട്ടിയായിരുന്ന ഒരു ചേച്ചിയുടെ മോളെയാണ് അപ്പു കിട്ടിയേക്കുന്നത്. അപ്പോൾ നമ്മുടെ നമ്മുടെ ശരുവിൻ്റെയൊക്കെ കുറേ അപ്പുറത്ത് താമസിക്കുന്ന ചേച്ചിയുടെ മോളെയാണ് കിട്ടിയേക്കുന്നത്. അപ്പം ആ മോടെ കുഞ്ഞ് അപ്പൂൻ്റെ കുഞ്ഞ് പിന്നെ മരിച്ച് രാജൻ്റെ അടുത്ത് കയറി വന്നപ്പോഴേ, അമ്മേ അപ്പൂപ്പായിക്ക് എന്നാ പറ്റിയമ്മേ, വവി പറ്റിയോ? അന്നേരത്തിനും വല്യമ്മ മണിച്ചേച്ചി പറഞ്ഞു കൊടുത്തു, മോനെ അപ്പൂപ്പനെ തൊഴുതേ പ്രാർത്ഥിച്ചേ എന്ന് പറഞ്ഞാൽ ഉടനെ 2 കയ്യും എടുത്ത് കുമ്പിട്ട് തൊഴുത് പ്രാർത്ഥിക്കുന്നു. 2 വയസ്സാകുന്നുള്ളൂ കേട്ടോ. അപ്പോൾ എനിക്ക് അത്ഭുതം തോന്നി കേട്ടോ, ഭയങ്കരമായിട്ട്. അത് കഴിഞ്ഞ് പിന്നെ പുറത്തിറങ്ങി വന്ന് കുറേ സമയം ഞങ്ങൾ വർത്താനമൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ ചേട്ടായി വന്ന് ഒരു ഉമ്മയൊക്കെ കൊടുത്തപ്പോഴത്തേനും ചേട്ടായിക്ക് ഒരു ഉമ്മയൊക്കെ കൊടുത്ത്, പിന്നെ ചേട്ടായിയും ആ മോളുടെ അച്ഛനും ഒരുമിച്ച് പഠിച്ചാൽ മനോഹരൻ എന്നങ്ങണ്ടാ ചേട്ടൻ്റെ പേരുന്ന ആണോ എന്നൊക്കെ ചോദിച്ച് വർത്താനം എല്ലാം പറഞ്ഞു. ആ കൊച്ചിനറിയത്തില്ലായിരുന്നു ചേട്ടനെ. എന്നിട്ട് ഇങ്ങനെ വർത്താനം എല്ലാം പറഞ്ഞു കുറേ സമയം ഇരുന്നത്. ഞാൻ പറഞ്ഞു പോവാ ചേച്ചി എന്ന് പറഞ്ഞു. ഈ പോകുന്നു എന്നാന്ന് ചോദിച്ചാൽ എൻ്റെ കാലിന് കുറേ സമയം നിൽക്കുമ്പോഴത്തേനും എനിക്ക് നല്ലതായിട്ട് പെയിനുണ്ട്. ഈ തൊഴിലുറപ്പിന് കയറി പോകുന്നില്ലേ, അതാണെന്ന് തോന്നുന്നു. അത്യാവശ്യം നന്നായിട്ട് പെയിനുണ്ട്. അത് ഈ നട്ടലിൻ്റെ പ്രശ്നത്തിൻ്റെ തന്നെയാണ്. അതിങ്ങനെ എൻ്റെ ജീവിതകാലം മൊത്തം കാണും, അത് ഇങ്ങനെ കൂടപ്പുറമായിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് ഞാനിങ്ങ് പോകുന്നു. അപ്പം ചേട്ടാ എന്ന് പറഞ്ഞു ഇറങ്ങിക്കഴിഞ്ഞപ്പോഴത്തേനാണ് പുറത്തെല്ലാം ഒത്തിരി ചേട്ടന്മാരും ആൾക്കാരൊക്കെ നിൽപ്പുണ്ടാകും. എല്ലാവരും സുനിമാമ അതിൽ ഒരു മോൻ ചോദിച്ചു, സുനിമാമ ഇതാരാന്ന്? ഞങ്ങളുടെ അടുത്ത വീടിൻ്റെ തൊട്ടടുത്തുള്ളൊരു പെണ്ണാന്ന് എന്നെ കാണിച്ചിട്ടേ. അത് കഴിഞ്ഞു, നീ പോയേക്കോണോ? എന്നാൽ ശരി പോക്കോ, ഇന്നലെ അവൾ ഉറങ്ങിയിട്ടില്ല രാത്രി, ഞാനിങ്ങ് പോകുന്നില്ലേ, അവൾക്ക് പേടിയാണ്. ഞാൻ പറഞ്ഞു പേടി എന്തിനാ പേടിയൊന്നും ഒരു 2 കാലും 2 കൈയും ആരോഗ്യമുള്ളവരെ പേടിയുള്ളൂ, അല്ലാണ്ട് മരിച്ചവരെ ഒന്നും പേടിയൊന്നുമില്ല. പക്ഷെ ചേട്ടാ ഇല്ലെങ്കിൽ ഞാൻ ഉറങ്ങത്തില്ല, അതുകൊണ്ട് ഉറങ്ങിയില്ലടാ കണ്ണാന്ന് പറഞ്ഞു. അപ്പോൾ കണ്ണു എല്ലാവരും സജിയും കണ്ണും എല്ലാം സങ്കടപ്പെട്ടിരിക്കുന്നു. ഞാൻ പറഞ്ഞു മോനെ പോവാടാ എന്നുകൊണ്ട് എല്ലാവരും കണ്ണൻ്റെ പെണ്ണും ഒക്കെ എല്ലാവരും ഉണ്ട് അവിടെ. അപ്പോൾ എല്ലാവരും പറഞ്ഞിട്ട് ഞാനിങ്ങ് പോകുന്നു. അപ്പോൾ എന്നോട് ഞാൻ ഇങ്ങനെ കയറി പോകുന്നപ്പോൾ ചേട്ടാ എന്നോട് പറയാം, എടി ഞാൻ സഞ്ചാരം കഴിഞ്ഞേ വരത്തുള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ, അങ്ങനെ വേണമല്ലോ, അതല്ലേ വേണ്ടത്. ചേട്ടാ സഞ്ചാരം കഴിഞ്ഞ് വന്നാൽ മതി, ഇത് അവിടെ ഇരുത് ഭരണ വീടാ, അവിടെ ഇരുന്നിട്ട് എല്ലാവരോടും ഇത് ചിരിക്കുക കേട്ടോ. അങ്ങനെ നമ്മളെവിടെ പോയാലും നമ്മളെക്കൊണ്ട് പറ്റുന്ന പോസിറ്റീവ് കാര്യങ്ങളും കൊടുത്തിട്ട് നമുക്കിപ്പോൾ പൈസ കൊടുത്തൊന്നും ആരെയും സഹായിക്കാനൊന്നും പറ്റുമോ? പക്ഷെ നമ്മുടെ ശരീരം കൊണ്ട് ചേട്ടായുടെ ശരീരം കൊണ്ട് ചെയ്ത് കൊടുക്കാവുന്ന കാര്യങ്ങളൊക്കെ ഓരോരുത്തർക്ക്, അത് എൻ്റെ വീട്ടിലൊക്കെ ആണെങ്കിലും ഇങ്ങനെ ഒരു കാര്യങ്ങൾ നടന്നാലുണ്ടല്ലോ നല്ല പക്കയായിട്ട് ചെയ്യും. സുനിമാവനുണ്ടല്ലോ ഇവിടെ എന്ന് പറയും. കണ്ണനാണെങ്കിലും എന്തൊരു കാര്യമുണ്ടോ സുനിമാവനുണ്ടല്ലോ, പിന്നെ എനിക്ക് പേടിയില്ല. സുനിമാവനുണ്ടോ ഓക്കെ എല്ലാവർക്കും. അപ്പം അവിടെയാണ് ചേട്ടായി. ഞാനിങ്ങ് പോന്നു. പിന്നെ എന്നാ പറയുന്നത്, 3 മണിക്കാണ് 3:30ക്കാണ് അടക്കം. അത്രയും സമയം എനിക്ക് നിൽക്കാൻ പറ്റത്തില്ല. ഞാനൊരു 12:30 ആയപ്പോഴത്തേനും ഇങ്ങ് പോന്നു. രാവിലെ പോയി, എന്നിട്ട് ഇത്ര നേരം നിന്ന് 12:30 ആയപ്പോൾ ഇങ്ങ് പോകുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും ചേട്ടൻ്റെ ആത്മാവിന് നിത്യശാന്തി കിട്ടാൻ വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കുക കേട്ടോ. പക്ഷെ നമ്മൾ അതൊന്നും അല്ലല്ലോ പറഞ്ഞു വന്നത്, നമ്മൾ അക്ബർ ചക്രവർത്തിയുടെ കാര്യമല്ലേ പറഞ്ഞു വന്നത്. അതിനിടയ്ക്ക് നമ്മുടെ ടോപ്പിക്ക് വേറെ ആയിപ്പോയി അല്ലേ. അപ്പം നമ്മുടെ ഫാത്തിമ കുട്ടി പറഞ്ഞ് അക്ബർ ചക്രവർത്തി എല്ലാം ഇങ്ങനെ പിടിച്ചെല്ലാം ഉണ്ടാക്കിയിട്ട് ആൾ ചെറുപ്പത്തിൽ 10, 35, 36 വയസ്സായപ്പോൾ മരിച്ചു. ഡോക്ടേഴ്സിനോട് ഇങ്ങനെ മഞ്ചൽ ചുമക്കാനായിട്ട് നിങ്ങൾ നിൽക്കണമെന്ന് പറഞ്ഞു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡോക്ടർമാരെന്നല്ല, എത്ര കോടികളുണ്ടെങ്കിലും നമ്മുടെ ജീവനെ പിടിച്ചു നിർത്താൻ ദൈവം തീരുമാനിക്കണം. അല്ലാതെ ഡോക്ടർക്കോ ആരെ കൊണ്ടും എൻ്റെ ജീവനെ പിടിച്ചു നിർത്താൻ പറ്റിയില്ല എന്ന് മറ്റുള്ളവർ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഡോക്ടർമാരോട് മഞ്ചൽ ചുമക്കാൻ പറഞ്ഞതെന്ന്. അതുകൊണ്ട് തന്നെ എൻ്റെ കൈ പെട്ടിക്കകത്ത് ഇങ്ങനെ നമ്മൾ കത്തിക്കുമ്പോഴും ദഹിപ്പിക്കുമ്പോഴും അടക്കുമ്പോഴും ഒക്കെ നമ്മുടെ കൈ നേരെ വെക്കും. അല്ലെങ്കിൽ ക്രിസ്ത്യൻസ് ആണെങ്കിൽ ഇങ്ങനെ വെച്ചിട്ട് ഒരു കുരിശൊക്കെ കൊടുക്കും അല്ലേ, കൈക്കകത്ത് ഇങ്ങനെ പിടിപ്പിച്ചേക്കും. പക്ഷേ എൻ്റെ കൈ ഇങ്ങനെ പെട്ടിയുടെ പുറത്തോട്ടിട്ടേക്കണമെന്ന് അക്ബർ ചക്രവർത്തി പറഞ്ഞത്. എന്തിനാണെന്നറിയോ? ഞാൻ ഒന്നും കൊണ്ടുപോകുന്നില്ല, ദേ വെറും കൈയോടെയാണ് പോകുന്നതെന്ന്
ജനങ്ങൾ അറിയണം, ലോകം അറിയണം എന്ന്. അതുകൊണ്ട് നമ്മൾ എന്തൊക്കെ കാണിച്ച് എന്തൊക്കെ സമ്പാദിച്ചാലും നമുക്ക് പോകുമ്പോൾ ഒന്നും കൊണ്ടുപോകാനില്ല. ശരിയല്ലേ? ഇപ്പം രാജേട്ടൻ അത്യാവശ്യം നല്ലതായിട്ട് സമ്പത്തുണ്ടാക്കി, കഷ്ടപ്പെട്ട് തന്നെയാണ് കേട്ടോ. ചേച്ചിയാണെങ്കിലും രാജേട്ടനാണെങ്കിലും കഷ്ടപ്പെട്ടുണ്ടാക്കി, മക്കൾക്കൊക്കെ അത്യാവശ്യം വലിയ കുഴപ്പമില്ലാണ്ട് എല്ലാം ഓക്കെ ആക്കി ചെയ്തു കൊടുത്തു. ആളിപ്പോൾ ഒരു മാസത്തോളം വയ്യാതിരുന്നു. എന്നിട്ട് ആളിപ്പോൾ പോയി. എന്തെങ്കിലും കൊണ്ടുപോയോ? ഒന്നും കൊണ്ടുപോയില്ല അല്ലേ? നമ്മുടെ മരണം എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടെന്ന് മനസ്സിലാക്കി നമ്മളെപ്പോഴും മറ്റുള്ളവരെ ആരെയും ദ്രോഹിക്കാണ്ട് വേദനിപ്പിക്കാണ്ട് മുമ്പോട്ട് പോയാൽ അതിനോളം വലുത് എന്തെങ്കിലും ഉണ്ടോ ജീവിതത്തിൽ? ഉണ്ടോ? ഇല്ല, ഒരിക്കലും ഇല്ലല്ലേ. അപ്പം ഇന്നലെ ഇതൊക്കെ കേട്ടപ്പോഴത്തേക്കും ഞാൻ മനസ്സിലിങ്ങനെ വിചാരിക്കുകയായിരുന്നു. പിന്നെ ആ രോഗിയെക്കുറിച്ച് പറഞ്ഞ കാര്യങ്ങളും എനിക്ക് ഭയങ്കരമായിട്ട് ഹൃദയത്തിൽ തട്ടി. ശരിയാ, നമ്മൾ ഇങ്ങനെ ഓടി നടക്കുമ്പോൾ നമ്മളെ ചിരിക്കാനും വർത്തമാനം പറയാനും നമ്മളോട് സഹകരിക്കാനും ഒക്കെ എല്ലാവരും വരും. പക്ഷേ 10 ദിവസം ഒന്ന് കിടന്നു കഴിയുമ്പോഴത്തേക്കും എല്ലാവരുടെയും മൈൻഡ് മാറും. അതുപോലെ തന്നെ നമുക്കൊരു ഫ്രണ്ട്സ് പോലും ഉണ്ടാകത്തില്ല നമ്മൾ രോഗിയായി കഴിഞ്ഞ് കഴിഞ്ഞാൽ. ശരിയല്ലേ? ഇപ്പം നമ്മൾ അടിച്ചു പൊളിച്ച് നടക്കുക, നല്ല ഹാപ്പി ആയിട്ട് നടക്കുകയാണെങ്കിൽ നമ്മളോട് എല്ലാവരും കാണും, നമ്മുടെ ഫ്രണ്ട്സൊക്കെ കാണും. പക്ഷേ നമ്മൾ രോഗിയായാൽ നമ്മളോട് ആരും കാണിയല്ല. കാരണം എന്താണെന്നറിയോ? ഒരു ദിവസം അവർ ചായയോ എന്തെങ്കിലും വാങ്ങിച്ചു തരും. രണ്ടാമത്തെ ദിവസം കൊണ്ട് വാങ്ങിച്ചു തരും കുടിക്കും. മൂന്നാമത്തെ ദിവസം ആകുമ്പോഴോ അവളുമായിട്ട് ഇനി കൂട്ടുകൊണ്ട ഇനി നമ്മുടെ കയ്യിൽ നിന്ന് കാശ് പോകുമെന്ന് പറയും. അങ്ങനെയാണ് ഒരു 3/4% ജനം. ഞാൻ ഉൾപ്പെടെ, നിങ്ങൾ ഉൾപ്പെടെ എല്ലാവരും അങ്ങനെയാണ്. നമുക്ക് ആർക്കും ഒന്നും കൊടുത്തൊന്നും തേക്കാനൊന്നും പറ്റത്തില്ല. പക്ഷെ നമുക്ക് കൊടുക്കാൻ പറ്റും നല്ല 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 ഓരോ ഇങ്ങനത്തെ വാക്കുകളും അവർക്ക് എനർജി ആകുന്ന രീതിയിലുള്ള, മറ്റുള്ളവർക്ക് എനർജി ആകുന്ന അല്ലെ ഫലപ്രദമാകുന്ന സൈസുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്തു കൊടുക്കാനും പ്രവർത്തിച്ചു കൊടുക്കാനും വാക്കാലെയും ശരീരം കൊണ്ടും ഒക്കെ പറ്റത്തില്ലേ? അതാണ് ഇന്നലെ രാത്രി ചേട്ടാ ഇപ്പം ചെന്നിട്ട് രാവിലെ വെളുപ്പിനെ വന്ന് കുളിച്ച് അന്നേരം എന്ത് പറയാൻ നേടി ഉറങ്ങിയില്ല. ആരും രാത്രിയിലല്ലേ, അപ്പം ദൂരെ കിടക്കുന്നവരൊക്കെ എങ്ങനെ വരണ അയൽവക്കക്കാരും ഞങ്ങളെല്ലാവരും കൂടി ഇങ്ങനെ ഇരുന്നു. പിന്നെ രാത്രിയിലെല്ലാം പരപ്പയിലും അവിടെ ഇവിടെ എല്ലാം ഫ്ലക്സ് ഒട്ടിക്കാനായിട്ടും അതടിക്കാനായിട്ട് വേറെ എവിടെയോ സ്ഥലത്ത് പോയി അടിച്ച് ഇറക്കി കൊണ്ടുവന്ന് ഫ്ലക്സും എല്ലാം ഒട്ടിച്ച് എല്ലാം അതിന് വേണ്ടിയിട്ട് കൂടി നടക്കുമായിരുന്നു. അവരുടെ എന്നാ പറയുന്നത്, ഒരു ഫാമിലിയിൽ ഞാൻ ചെന്ന് കണ്ടപ്പം ചേട്ടായിയാണ് ഓളിനോളായിട്ട് നടക്കുന്നത്. സത്യം, അവിടുത്തെ വന്ന പിള്ളേരായിക്കോട്ടെ എല്ലാവരും സുനിമാമ എപ്പോഴും സുനിമാമ എന്ന് വിളിക്കുന്നുണ്ട്. അപ്പം ചേട്ടായിയുടെ അത്രയും നല്ലൊരു മനസ്സും നല്ലൊരു ഇടപെടലും കൊണ്ടല്ലേ അതൊക്കെ പോരെ നമുക്ക്. ശരിക്കും സത്യം പറഞ്ഞാൽ ഇന്ന് ഉള്ളിൽ രാജേട്ടൻ മരിച്ചതിൽ ഒരു ചെറിയ നീട്ടിലും വിഷമമുണ്ട്. കാരണം കുറച്ച് നാളിലൂടെ അവർക്ക് അച്ഛനും ആയിട്ടിരിക്കുന്നെങ്കിൽ അവർക്കും സന്തോഷം, നമുക്കും സന്തോഷം. ചേട്ടായി എപ്പോഴും ഇവിടെ വന്നാൽ പറയുന്ന കാര്യമുണ്ട്. ഇന്ന് രാജേട്ടൻ വന്നായിരുന്നേ, കടയിലത്തെ കാര്യങ്ങൾ ഇങ്ങനെ പൊതുവായിട്ടുള്ള കാര്യങ്ങൾ വീട്ടിൽ വന്ന് എന്നോട് പറയും. ഇന്ന് ആരെങ്കിലും വരുവോ അന്വേഷിക്കുകയോ അവിടെ ചെല്ലുകയോ ഒക്കെ ചെയ്യുമ്പോൾ ഒത്തിരി ഫാമിലി മെമ്പേഴ്സ് ചെയ്യുന്നുണ്ട്. സുനിപ്പപ്പായെല്ലാം ചോദിച്ചു മിണ്ടുകയും സിന്ധു എന്തെങ്കിലും ചോദിച്ചു മിണ്ടുകയും വർക്കൊക്കെ ചെയ്യുന്നുണ്ട്. അതൊക്കെ ഇവിടെ വന്ന് പറയും കേട്ടോ, എന്നോട് പറയുവേ. അപ്പം രാജേട്ടൻ കടയിൽ വന്ന നേരെ വന്ന് അതിലൂടെ എല്ലാം ഒന്ന് കയറിയിട്ട് സുനിലേ വിളി എങ്ങനെ സുനിലേ എന്നാ ഉണ്ട്, സിന്ധുവിനിപ്പോൾ എങ്ങനെയുണ്ട്? എനിക്ക് ഈ നട്ടലിന് പ്രശ്നം കുഞ്ഞിലെ ഇപ്പോൾ കുറേ വർഷങ്ങളായിട്ട് വേദന അനുഭവിക്കുന്നതെന്ന് അറിയാലോ. അടുത്ത ചോദ്യം അതാ, സിന്ധുവിന് ഇപ്പോൾ എങ്ങനെയുണ്ട്? അങ്ങനെ ചോദിക്കും. അതേ രാജേട്ടൻ പറയുന്നത് അതേ രീതി ചേട്ടായി ഇവിടെ വന്ന് പറയണം. ഇനി ആൾ പറയാനായിട്ടില്ല. എന്തായാലും ആത്മാവിന് ശാന്തി കിട്ടട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അതല്ലേ നമുക്ക് പറ്റത്തുള്ളൂ. നിത്യശാന്തി കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പിന്നെ ഇന്നിനിപ്പോൾ 2 ദിവസം യാത്രയായിരുന്നു. പിന്നെ കുറച്ച് നല്ല ഡ്രസ്സ് കഴിഞ്ഞ ദിവസം തുടങ്ങി കഴുകാൻ കിട്ടത് അവിടെ കഴുകിയിട്ടില്ല. മെഷീൻ അതിരണ്ടേക്കേ കഴിയുള്ളൂ. കൂടുതലും ഞാൻ ഈ നഖത്തേലോട്ട് അധികം വെള്ളം പുറത്ത് നിന്ന് ഇറങ്ങി അലക്കുമ്പോഴത്തേനും ശരിക്കും നന്നായിട്ട് അതിൻ്റെ ഉള്ളൊക്കെ കരിഞ്ഞോന്ന് നമുക്ക് അറിയത്തില്ലല്ലോ. അതുകൊണ്ടാണ് ഞാൻ കല്ലേ വെച്ച് അലക്കേണ്ടത്. ഇത് മാറ്റി വെച്ചേക്കായിരുന്നു. ചേട്ടൻ്റെ 2-3 ഷർട്ടുകളും എൻ്റെ 3-4 ചുരിദാറും ഒക്കെ ഉണ്ട്. അപ്പം അതൊക്കെ ഒന്ന് കഴുകണം. നാളെ നമുക്കൊരു ആ യാത്രയുടെ ഭാഗമായിട്ട് തന്നെ നാളെയും പോകണം. അങ്ങനെ ചിലപ്പോൾ ഒരാഴ്ചത്തേന് പോകേണ്ടി വരും. അപ്പം എവിടെയാണ് എന്നാണ് ഫലപ്രദമാണോ ഉപകാരമായോ എനിക്ക് നിങ്ങൾക്കൊക്കെ ഉപകാരമാകുന്ന കാര്യമാണോ എന്നൊക്കെ ഞാനൊന്ന് പഠിച്ചിട്ട് ഞാനൊന്ന് മനസ്സിലാക്കിയിട്ട് പറയാമെന്ന് കരുതി. കാരണം നമുക്കൊരു ഫലം ഉണ്ടായാലല്ലേ നിങ്ങളോട് പറഞ്ഞിട്ട് കാര്യമുള്ളൂ. അപ്പം ആദ്യം നമ്മൾ എന്തൊരു കാര്യം ചെയ്യുന്നത്, ഞാനിപ്പോൾ ഇന്നത് ചെയ്യാൻ പോവാ എന്ന് പറഞ്ഞ് നമ്മളിങ്ങനെ ഘോരം പ്രസംഗിക്കുന്നതിനെക്കാട്ടി നല്ലത് നമ്മൾ ചെയ്ത് അത് നല്ല ഇതായി സക്സസ് ആയി എന്ന് കഴിഞ്ഞ് പബ്ലിക്കിനോട് പറയുന്നതല്ലേ നല്ലത്. അതാണ് ഞാൻ നിങ്ങളോട് പറയാൻ. പിന്നെ എന്നെ ഈ പറഞ്ഞ നമുക്ക് പോകുന്നവർക്ക് എവിടെ വെച്ചാണ്ട് ഒരാളേലും കാണാറുണ്ട്, ഓടി വന്ന് സംസാരിക്കാറുണ്ട്. അപ്പോൾ ഒരാളായിരിക്കും ചിലർ സംസാരിക്കാത്തവരുണ്ടായിരിക്കും. ചിലപ്പം ഇവിടെ വില്ലത്തി അമ്മയമ്മ അല്ലേ എന്ന് വിചാരിച്ച് മിണ്ടാതിരിക്കുന്ന മനുഷ്യരും കാണും. ചിലർ ഓടി വന്ന് മിണ്ടുന്നവരുണ്ട്. മിണ്ടുന്നവരെ നമുക്ക് നമ്മുടെ ഫാമിലി മെമ്പേഴ്സായിട്ട് അറിയത്തുള്ളല്ലോ.
അപ്പോൾ അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് ഞാൻ അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിയാൽ പറയാതിരിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഞാൻ പറയും ഇന്നടുത്ത് പോവുക ആണെന്നുള്ളത് മാത്രം ഞാനിങ്ങനെ പറയുന്നതാണ് കേട്ടോ. അപ്പോൾ എന്താണ് കാര്യം എന്നൊക്കെ ഉള്ളത് ഞാൻ പറയാം. ഉപകാരപ്രദമാണെന്ന് 100% എനിക്ക് തോന്നുന്നു. 2 ദിവസം പോയപ്പോൾ എനിക്ക് ഭയങ്കര ഒരു എന്നാ പറയുന്നത് ഒരു പോസിറ്റീവ് വൈബ് തന്നെയാണ്. അപ്പം ഞാൻ നിങ്ങളോടും കൂടെ ഷെയർ ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഇന്നിനി പോയി യാത്ര ഏതായാലും ഇന്നും പോകേണ്ടതായിരുന്നു. അപ്പോൾ എനിക്ക് നമ്മുടെ രാജേട്ടൻ മരിച്ചതിൻ്റെ ഇതായിരിവേ ശ്യാമ ചേച്ചി അത്രയും ആൾക്കാർ അവിടെ എല്ലാം നിൽക്കുമല്ലേ. അപ്പോൾ എന്നെ കണ്ടു, ഞാൻ കയറി ചെന്നിച്ചിട്ട് കഴിഞ്ഞപ്പോൾ എന്നോട് ചേച്ചി ചോദിക്കാം, മോനെ നീ ഇന്ന് പോയില്ലേ എന്ന്. കാരണം 2 ദിവസം പോയി അത് അടുപ്പിച്ച് പോകേണ്ട ഒരു സംഭവമാണ്. അതിന് പോകാതെ നീയുമ്പോൾ പിന്നെ അത് സൈഡ് എഫക്റ്റ് ആയിട്ട് വല്ല പ്രശ്നം ആവുമോ എന്നാലും ആവുമോ എന്ന് ഓർത്തുകൊണ്ടായിരിക്കും എന്നോട് ചോദിക്കാം നീ പോയില്ലേന്ന്. അപ്പം ഞാൻ പറഞ്ഞില്ല ഇന്ന് പോയില്ല, നാളെ ഞാൻ പൊക്കോളാം എന്ന് പറഞ്ഞു. മുടങ്ങിപ്പോയല്ലേ എന്ന്. അപ്പോൾ അവർക്കൊക്കെ ഒരു വിഷമം, അത് സാരമില്ല. ഇപ്പം സാഹചര്യമല്ലേ, നമ്മുടെ കുടുംബത്തെ ഒരാൾക്കല്ലേ സംഭവിച്ചേക്കുന്നത്, നമ്മുടെ കുടുംബം തന്നെയല്ലേ അത്. അതേപോലൊക്കെ നമ്മളെ അപ്പനും അമ്മയും മോളൊക്കെ കണ്ണൻ ചേർത്ത് പിടിക്കുന്നതല്ലേ, നിസ്സാരം വിളക്ക് കത്തിക്കുന്ന ആ സാധനം വരെ അവൻ കൊണ്ട് തന്നതല്ലേ. അപ്പം നമ്മൾ അങ്ങനെ തന്നെ വേണ്ടേ അങ്ങോട്ടും നിൽക്കാനായിട്ട്. അപ്പം എനിക്കിന്ന് പോകാത്തതിലൊരു സങ്കടവും കാര്യങ്ങളൊന്നുമില്ല. പിന്നെ എന്തായാലും പോട്ടൊക്കെ ഇപ്പം ഞാൻ വന്നതാണ്. ഇനിയിപ്പം ഇന്ന് ഏതായാലും ഇതായിപ്പോയല്ലോ. അപ്പം ഞാൻ വിചാരിച്ചു ആ തുണിയൊക്കെ ഒന്ന് കഴുകി അത്യാവശ്യം ഇച്ചിരി കറിയൊക്കെ ഉണ്ടാക്കി ഫ്രിഡ്ജിൽ കയറ്റി വെക്കാമെന്ന്. കാരണം വരുമ്പോഴത്തേക്കും ലേറ്റ് ആവും. പിന്നെ വന്നു കഴിയുമ്പം ഈ യാത്ര കഴിഞ്ഞ് വന്നിട്ട് പിന്നെ ഫുഡ് ഉണ്ടാക്കാനും പരിപാടി ഉണ്ടാക്കാനും മടുപ്പാണ്. പിന്നെ തലവേദനയും കാര്യങ്ങളൊക്കെ ആയിരിക്കും. ഭയങ്കര മഞ്ഞും കാര്യങ്ങളും ഒക്കെ ഇങ്ങോട്ട് തിരിച്ചു വരുമ്പോഴാണല്ലോ അങ്ങോട്ട് പോകുന്നത്. ഞാൻ വരുന്ന 2 ടൈമിലും ഭയങ്കര തണുപ്പ് സമയത്താണ്. അങ്ങോട്ട് പോകുന്നതും അതെ, ഇങ്ങോട്ട് വരുന്നതും അതെ. അതുകൊണ്ട് പിന്നെ വന്നു കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര ടയേർഡായിരിക്കും. അതുകൊണ്ട് ഞാൻ ഇച്ചിരി കറികൾ എന്തെങ്കിലും ഒന്നും ഉണ്ടാക്കി വെക്കുമോ, ആ തുണി കഴുകിയിടുമോ, അങ്ങനെ ഇച്ചിരി പരിപാടികളൊക്കെ ഉണ്ട്. അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയൊക്കെ ഉള്ളൂ. എന്നാണെന്നൊക്കെ ഉള്ളത് ഞാൻ വഴിയെ പറയാം, ബാക്കി കാര്യങ്ങളൊക്കെ കേട്ടോ. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, കൂട്ടത്തിൽ അവലോടനോടെ ഒന്ന് തിരിച്ചു പിടിച്ചാൽ കേട്ടോ. അപ്പോൾ പുതിയൊരു ഹാപ്പി വീഡിയോ ആയിട്ട് വരാം ഇനി. അതുവരെ എല്ലാവർക്കും ടാറ്റാ.